Hi, Makalai. Welcome back to Xylem Learning. Here is your man behind your success. It's me, Ashik sir. Just begin. So, Makalai, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിക്കാൻ പോകുന്ന അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാർ വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്? വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ആൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എന്റെ എല്ലാ കുഞ്ഞു മക്കൾ ഇതിലെ പോയിന്റ്സ് ഒരു 4 points അടിപൊളിയായിട്ട് പഠിച്ചു വെച്ച് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? വർദ്ധിച്ച ഗതാഗത കുരുക്ക് അല്ലെ. ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ട്രാഫിക് ഉണ്ടാകുന്നു അല്ലെ, ട്രാഫിക് ഉണ്ടാകുന്നു, ഇൻക്രീസ്ഡ് ട്രാഫിക് കൺജഷൻ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് എന്താണ് മക്കളെ? വായു മലിനീകരണമാണ്. നമ്മുടെ എയർ എന്ത് ചെയ്യും, പൊല്യൂട്ടഡ് ആവും അല്ലെ. വാഹനങ്ങളുടെ പുക ഇതൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എയർ പൊല്യൂട്ടഡ് ആവുന്നുണ്ട്. ദാറ്റ് ഇസ് ദ സെക്കൻഡ് പോയിന്റ്. ആൻഡ് അടുത്തത് എന്താണ് മക്കളെ? ശബ്ദ മലിനീകരണമാണ്. ശബ്ദ മലിനീകരണം അഥവാ നോയിസ് പൊല്യൂഷൻ ആണ്. ബിക്കോസ് എന്താണ്, നമ്മളിങ്ങനെ കാറിലൊക്കെ പോകുന്ന സമയത്ത് കി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അത് മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. പിന്നെ എന്താണ് മക്കളെ? ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. ഹെൽത്ത് പ്രോബ്ലംസ് അഥവാ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ പുകയൊക്കെ ശ്വസിക്കുന്ന സമയത്ത് നമുക്ക് ശ്വാസകോശത്തിനൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. വാഹനങ്ങൾ കൂടുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട് അല്ലെ. നമ്മുടെ പ്രകൃതിയിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അടുത്ത പോയിന്റ് എന്താണ് മക്കളെ? ഉയർന്ന തോതിലുള്ള വാഹനാപകടങ്ങൾ അല്ലെ. ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്തെയും വലിയ അപകടങ്ങൾ ഉണ്ടാവും അല്ലെ. നമുക്കറിയാം, ബസ്സും ലോറിയും കൂട്ടിയിടിച്ചു അല്ലെങ്കിൽ എന്താണ് സ്കൂട്ടറും കൂട്ടിയിടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വാർത്തകൾ എന്റെ കുഞ്ഞുമക്കൾ കേൾക്കാറുണ്ട്. അതും മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, ഉയർന്ന തോതിലുള്ള വാഹനാപകടങ്ങൾ അഥവാ ഹൈ ട്രാഫിക് ആക്സിഡൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് എന്താണ് മക്കളെ? ബേസിക്കലി നമുക്കറിയാം പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ എന്താണ്, വളരെ കുറവാണ്. അത് ബേസിക്കലി ആർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു? കാൽനട യാത്രക്കാർക്കും അതേപോലെ സൈക്കിൾ യാത്രക്കാർക്കൊക്കെ സുരക്ഷ കുറയ്ക്കുന്നുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അല്ലെ. വലിയ വലിയ വണ്ടികൾ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ സൈഡ് കൂടെ ഇങ്ങനെ പോകേണ്ടി വരില്ല. ആ ഒരു ഇഷ്യൂ ബേസിക്കലി വാഹനങ്ങൾ കൂടുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ആൻ ഇഷ്യൂ അല്ലെ. ലിമിറ്റഡ് പാർക്കിംഗ് സ്പേസ് റെഡ്യൂസസ് സേഫ്റ്റി ഫോർ പെഡസ്ട്രേഷൻസ് ആൻഡ് ബൈസൈക്കിൾസ് ആണ് അല്ലെ. ഇവർക്ക് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ എന്റെ എല്ലാ കുഞ്ഞുമക്കളും ഈ പോയിന്റ്സ് അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. ഇതിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഒരു 4 points പഠിച്ചു വെച്ചാൽ മതി. സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അടിപൊളിയായിട്ട് മാർക്ക് കിട്ടും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ അടിപൊളിയായിട്ട് ലൈക്ക് ചെയ്യുക. ദെൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിപ്പിച്ചിരുന്ന സൈലത്തിന്റെ ടോപ്പ് ആയിട്ടുള്ള ഒരു ബാച്ച് ഉണ്ട് മക്കളെ. ദാറ്റ് ഈസ് പ്രിത്തിയാണ്. സോ പ്രിത്തി ബാച്ചിൽ നിങ്ങൾക്ക് ഇപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ് മക്കളെ. ദാറ്റ് ഈസ് മെഗാ ഓഫർ. സൈലത്തിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മെഗാ ഓഫർ ഉണ്ട്. 30% ഓഫോട് കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ഈ ഒരു ബാച്ചിൽ ഇപ്പം ജോയിൻ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് 5ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ലൈവ് റെക്കോർഡ് സെഷൻസും PYQ സെഷൻസും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും എല്ലാ സെഷൻസും നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പഠിക്കും. സോ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്. യുവർ സെഷൻ ഈസ് ഓവർ ബട്ട് ദ roar of learning never ends. This is your man Ashik sir, just signing off. Thank you. Bye.